ഇന്ന് ഞാനിവിടെ നല്ലൊരു കൂൺ കറിയാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റിയോടുകൂടെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ തേങ്ങ അരച്ചിട്ടൊന്നുമല്ല, വറുത്തരച്ച് തന്നെ എന്ന് പറഞ്ഞാൽ മല്ലിയും മുളകൊക്കെ ചൂടാക്കിയതിന് ശേഷം ആണ് കറി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കറി വെച്ചെടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്. കൂൺ കറിയല്ലേ, അത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. അപ്പം ഞാൻ എങ്ങനെയാണ് കൂൺ കറി തയ്യാറാക്കുന്നതെന്ന് കൂടി കാണിച്ചു തരാം. അതോടൊപ്പം എനിക്ക് കിട്ടിയത് എങ്ങനെയാണ് അതോട് ഞാൻ പറയാം. ഈ കൂണ് വർഷങ്ങൾക്ക് ശേഷമാണ് കിട്ടിയത്. എനിക്ക് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ എന്ന് പറയുമ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കിട്ടാൻ സാധ്യതയില്ലല്ലോ. ഏകദേശം ഒരു 20-25 വർഷത്തോളമായി ഞാൻ ഇങ്ങനെയുള്ള കൂണ് കഴിച്ചിട്ട്. അല്ലാതെ പിന്നെ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന വല്ലപ്പോഴൊക്കെ കഴിക്കാറുണ്ട്. അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് കൂണ് കറി വെച്ച് കഴിച്ചിട്ട് എനിക്ക് തോന്നുന്നു 20-25 വർഷമായി. കാരണം ബോംബെയിലായിരുന്ന സമയത്തും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒട്ടുമേ കിട്ടത്തില്ലായിരുന്നു. അതിനുശേഷം എം പിയിൽ എനിക്ക് ഇതാദ്യമായിട്ടാണ് കിട്ടിയത്. ഇത് രാവിലെ ഒരാൾ പറിച്ചു വെച്ച കൂണാണ്. ഇത് കിട്ടിയപ്പോൾ എനിക്ക് വൈകുന്നേരമായി എന്ന് പറഞ്ഞാൽ രാത്രിയായി. ഇനിയിപ്പോൾ ഇത് രാത്രിയിൽ ഞാൻ കറി വെക്കത്തില്ല. ഇതെല്ലാം ഒന്ന് തയ്യാറാക്കി ഇത് ഞാൻ ഉപ്പി പറ്റിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞുള്ള ദിവസം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ആണ് ഇത് കറി വെക്കുന്നത്. അത് ഞാൻ എങ്ങനെയാണ് ഉപ്പി പറ്റിച്ച് വെക്കുന്നതെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതെല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഇത് രാവിലെ അവർ പറിച്ചിട്ട് അവരത് വെള്ളത്തിലിട്ട് വെച്ചത് കൊണ്ട് മൊത്തം പൊടിഞ്ഞു പോയി. ഇങ്ങനെയാണ് കിട്ടിയത്. രാവിലെ തന്നെ അവർ പറിച്ച് വെച്ചു. പിന്നെ അത് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു പുഴുവാകുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് പുഴുവാകുമെന്ന് പറയുന്നത് കേട്ടു. അതുകൊണ്ടാണ് അവർ വെള്ളത്തിലിട്ട് വെച്ചത്. പിന്നെ അവർ വെള്ളത്തിൽ നിന്ന് തന്നെയാണ് എനിക്ക് എടുത്തു തന്നത്. ഈ ഒരു സാധനം ഇവിടെ വാങ്ങിക്കാനോ ഒന്നും കിട്ടത്തില്ല. ഞാൻ അതെല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഇതേലെ ഇച്ചിരി ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് ആ വെള്ളത്തിലാണ് ഒന്ന് കഴുകിയെടുക്കുന്നത്. കാരണം ഇത് രാവിലെ പറിച്ചതായതുകൊണ്ട് ചിലപ്പോൾ അതിനകത്ത് ചെറിയ പുഴു കാണും. അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഞാനിവിടെ ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് വെള്ളത്തിനകത്തത് ഇട്ടിട്ടൊന്നാണ് കഴുകിയെടുക്കുന്നത്. ഇതിനി നമുക്ക് ഉപ്പി പറ്റിച്ചൊന്ന് വെക്കണം. അല്ല ഡയറക്റ്റ് കറി വെക്കുന്നവർക്ക് കറി വെക്കാമല്ലോ. ഇത് ഞാൻ ഏതായാലും ഇന്ന് കറി വെക്കുന്നില്ല. അതുകൊണ്ട് ഞാനിതൊന്ന് ഉപ്പി പറ്റിച്ചാണ് എടുക്കുന്നത്. പിന്നെ കൂണൊക്കെ കഴിച്ചിട്ട് കുറേ വർഷങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ചെറിയ കൂൺ കഴിച്ചിട്ട് എനിക്ക് തോന്നുന്നു കൂടുതലായി 20-25 വർഷങ്ങൾ കൂടുതലായി. കാരണം ഈ മഴ സമയത്തൊക്കെയല്ലേ ഇതൊക്കെ ഉണ്ടാകുന്നത്. ആ സമയത്തൊന്നും നാട്ടിൽ പോകാറില്ലാത്തതുകൊണ്ട് ആ സമയത്തൊന്നും അങ്ങനെയൊന്നും കഴിക്കാറേ ഇല്ല. പിന്നെ കുട്ടികൾക്ക് അവധിയാകുന്ന സമയത്ത് ചെല്ലുമ്പോൾ നമുക്ക് അത് ചൂട് സമയമായിരിക്കുമല്ലോ. ചൂട് സമയത്ത് എവിടെ കൂണ് കിട്ടുന്നത്. അതുപോലെ ചെറിയ കൂണ്, അതിന് എനിക്ക് തോന്നുന്നു അരിക്കൂൺ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു പറയുന്നത്. ആ കൂണൊക്കെ കഴിച്ചിട്ട് 25 വർഷത്തോളമായെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര ടേസ്റ്റുള്ള, പക്ഷേ എന്ത് ചെയ്യാനാണ്, ഒരിക്കലും അതൊന്നും ഞങ്ങൾക്ക് ഇവിടെ കിട്ടത്തില്ല. ഈ കൂണ് തന്നെ കിട്ടിയത് ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. ഞാനിവിടെ ഇതിലേക്ക് അല്പം ഉപ്പും മഞ്ഞളും ചേർത്ത് ഇതൊന്ന് വറ്റിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇത് വെള്ളമാണ്. ഇനി ഇതൊന്ന് ചൂടാകുമ്പോൾ വെള്ളം ഇറങ്ങും. അത് ഞാൻ കാണിക്കാം. ഉണ്ടോ, ഇത് ഒന്ന് ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് ഇതുപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഉണ്ടോ. ഇനി ഇത് വേകാനുള്ള വെള്ളം തന്നെ ഇതിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചാൽ മതി. മീഡിയം തീയിൽ, ഹൈ തീയിൽ വെക്കാം. ഹൈ തീ വെക്കുമ്പോൾ അടി പറ്റും. അതുകൊണ്ട് ഞാൻ ചെറിയ തീ തന്നെ വെച്ചിട്ട് ഇതൊന്ന് പറ്റിച്ചെടുക്കുന്നതാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇതെല്ലാം ഒന്ന് വെള്ളം പറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് തണുക്കുമ്പം ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ദിവസം മാത്രം ഞാനിത് കറി വെക്കത്തുള്ളൂ. ഓക്കെ, അന്നേരം ഇത് അടുത്ത ദിവസം ഞാൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ കാണിച്ചു തരാം. പാന് എണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് ഞാൻ കടുകിട്ട് കൊടുത്തു. ഞാൻ തേങ്ങ ഇതിൻ്റെ കൂടെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ വറുത്തെടുത്തില്ല. ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് അങ്ങ് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നേരത്തെ വേണമെങ്കിൽ വറുത്ത് വെക്കാം, വേറെ എണ്ണയിൽ വറുത്ത് വെക്കാം. ഞാനിതിൻ്റെ കൂടെ തന്നെ അങ്ങ് ചേർത്തു. ഇനി നമുക്ക് ബാക്കി ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കണം. ഇത് കടുക് കരിഞ്ഞൊന്നും പോകത്തില്ല. ചിലർക്ക് സംശയം ഉണ്ടാകും കടുക് കരിഞ്ഞു പോകുമെന്ന്. ഇല്ല, കടുക് കരിഞ്ഞു പോകത്തില്ല. ഇതിലേക്ക് സവാള ഉള്ളിയാണ് ചേർത്ത് കൊടുത്തത്. ഞങ്ങൾക്കിവിടെ ചെറിയ ഉള്ളി കിട്ടത്തില്ല.
ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. ചെറിയ ഉള്ളി കിട്ടാത്തത് കൊണ്ട് ഏത് കറിക്കും ചമ്മന്തിയൊക്കെ അരയ്ക്കാനാണെങ്കിലും ഞാൻ ഈ സവാള ഉള്ളിയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുത്തതിന് ശേഷം ബാക്കി ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്തു. അതും ഒന്ന് മൂത്ത് കഴിയുമ്പം നമുക്ക് പച്ചമുളക് ചേർക്കണം, കറിവേപ്പില ചേർക്കണം. എല്ലാം ഓരോ സ്ഥലത്തും ഓരോ രീതിയിലല്ലേ കറി വെക്കുന്നത്. പിന്നെ ഹിന്ദിക്കാരൊക്കെ കറി വെക്കുന്നതും ഒക്കെ വേറെ രീതിയാണ്. അവരുടെ രീതി വേറെ, പിന്നെ നമ്മുടെ രീതി വേറെ. അതുതന്നെ മലയാളികൾക്ക് പല രീതിയിൽ അവർ കൂൺ കറി വെക്കാറുണ്ടല്ലോ. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 2-3 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വഴന്ന് കഴിയുമ്പം പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിവേപ്പില എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. കറിവേപ്പില എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ് നമ്മുടെ കറികൾക്ക്. നമ്മൾ മാത്രമേ ഉള്ളൂ ഈ കറിവേപ്പില ഇതുപോലെ ചേർക്കുന്നത്. ഇവിടുത്തെ ഹിന്ദിക്കാർ കറിവേപ്പില ഒട്ടും ചേർക്കില്ല. പിന്നെ വല്ലപ്പോഴും മീൻ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രം ഈ കറിവേപ്പില ചേർക്കത്തുള്ളൂ. കറിവേപ്പില അതുപോലെ ഇവിടെ ഇഷ്ടം പോലെയാണ്. എല്ലാ വീടുകളിലും കറിവേപ്പില വലിയ മരങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാലും അവർ അത് ഉപയോഗിക്കത്തില്ല, വളരെ കുറവാണ് ഉപയോഗിക്കുന്നത്. ഇത് ഒന്ന് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. അതോടൊപ്പം നല്ല എരിവുള്ള മുളക് പൊടി ഞാൻ അല്പം മാത്രം ചേർത്തു. പിന്നെ എരിവില്ലാത്ത മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തു. മഞ്ഞൾ ഞാൻ ചേർക്കുന്നില്ല, കാരണം നമ്മൾ മഞ്ഞളിട്ടാണല്ലോ വേവിച്ച് വെച്ചേക്കുന്നത്. ഗരം മസാല, കുരുമുളകിൻ്റെ പൊടി, പിന്നെ അല്പം പെരുംജീരകം പൊടിച്ചത് അതുകൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെരുംജീരകത്തിൻ്റെ ടേസ്റ്റ് എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇതുപോലെ കറികൾ വെക്കുമ്പം അതും അല്പം ചേർക്കാറുണ്ട്. അതിനായി ഞാനത് പൊടിച്ച് വെച്ചേക്കും. ഇനി ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് തയ്യാറാക്കിയെടുക്കണം. തീർച്ചയായിട്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. പിന്നെ കൂണിനകത്ത് തക്കാളിക്ക ചേർക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ അല്പം അരച്ചാണ് ചേർക്കുന്നത്. അത് നേരത്തെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളിയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ, അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ തക്കാളിക്ക ചേർക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, യൂട്യൂബ് നോക്കിയിട്ടില്ല. കാരണം ഈ ഒരു സാധനം കാണാത്തതുകൊണ്ട് കിട്ടാത്തതുകൊണ്ട് അങ്ങനെ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കാറില്ല. പിന്നെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ കറി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിതേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുത്തു. ഒന്നിച്ച് വെള്ളം ചേർത്ത് കൊടുക്കത്തില്ല, അല്പം മാത്രമായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ഈ മസാലയൊക്കെ ഒന്ന് നല്ലവണ്ണം മൂപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഞാൻ കൂണ് ചേർത്ത് കൊടുക്കത്തുള്ളൂ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം. എണ്ണ തെളിയുന്ന വരെ ഇതൊന്ന് മൂപ്പിച്ചെടുത്തുകൊണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് ഞാൻ അല്പം ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുത്തത്. അത് തികച്ചും ഓപ്ഷണലാണ്. ഫ്രഷ് ക്രീം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് ചേർക്കാം, തൈര് ഇഷ്ടമുള്ളവർക്ക് തൈര് ചേർക്കാം. ഞാനിവിടെ അല്പം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തത്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. പിന്നെ അഭിപ്രായം അറിയിക്കുമ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ പറ്റും. കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഇത് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം. ഇത്രയും വെള്ളം കൊണ്ട് തികയത്തില്ല, നമ്മൾ കൂണിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. എത്രയും ചാറ് വേണോ അത്രതിനനുസരിച്ച്. ഇനി അല്പം വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. ഇതും ആയില്ല, ഇനി കുറച്ചുകൂടി ചേർക്കും. ഇതൊക്കെ പിന്നെ പെട്ടെന്ന് നമ്മൾ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അത് മസാല മുക്കുന്നതിനനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടിരിക്കാം. ലാസ്റ്റിലുള്ള
ലാസ്റ്റിൽ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്ത് എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ഇത്ര ചാറ് മതി. സ്പൂണിനനുസരിച്ച്. ഒത്തിരി വെള്ളം കൂടി പോയാലും ടേസ്റ്റില്ല കറിക്ക്. അതുപോലെ തന്നെ എണ്ണ എത്രയും കൂടുന്നോ അത്രയും ടേസ്റ്റാണ്. പക്ഷേ നമ്മൾക്കൊന്നും എണ്ണ ഉപയോഗിക്കാൻ പറ്റത്തില്ല അധികം. അതുകൊണ്ട് എണ്ണ അതിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുക. ഇനി ഞാൻ ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചെന്ന് വെച്ചാൽ ഉപ്പിൽ പറ്റിച്ച് വെച്ച കൂണ്, ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഉപ്പും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സമയം ഉപ്പും ചേർത്തില്ല, മഞ്ഞളും ചേർത്തില്ല. ഇനി കറിയൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പം ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്താൽ മതി. ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം മസാലയൊക്കെ ഇതിലൊക്കെ ഒന്ന് പിടിക്കണം, അതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ നാട്ടിൽ ഇഷ്ടം പോലെ മഴ സമയത്ത് കൂണ് കിട്ടും. ഞാൻ വീഡിയോയിലൊക്കെ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾക്കിവിടെ അങ്ങനൊരു സാധനമേ കിട്ടത്തില്ല. അതുകൊണ്ട് ഭയങ്കര വിഷമമാണ്. കൂൺ കിട്ടുമ്പോൾ ആർത്തിയോടാണ് അത് കഴിക്കുന്നത്. ഒരു ശകലം പോലും കളഞ്ഞിട്ടില്ല. ഏതായാലും കുഴപ്പമില്ല, ഞാൻ നല്ലവണ്ണം ഇതൊന്ന് കറി വെച്ചു. നിങ്ങൾ ഇതുപോലെയാണ് ആ കറി വെക്കുന്നതൊക്കെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇതുപോലെ അടുത്ത വീഡിയോയിൽ ചെറിയ ഇവിടുത്തെ വിശേഷങ്ങളും വീഡിയോ ഒക്കെ ആയിട്ട് പിന്നെയും വരുന്നതായിരിക്കും. എങ്ങനെയുണ്ട് എൻ്റെ കറി? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ ഓക്കെ.